എടാ എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണല്ലോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അവന്റെ പുതിയ പദ്ധതികൾ എന്താന്ന് പറഞ്ഞാലേ എനിക്ക് സമാധാനാവുള്ളൂ. ആ ശ്യാമ വന്ന സമയത്ത് ആ പരസ്യമായിട്ട് ട്രെയിനിങ്ങിൽ വെച്ച് നമ്മൾ അപമാനിച്ചാണെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. എടാ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും അവന്റെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ എന്താണ് ഒരു വഴി? അവൻ അങ്ങനെ തുറന്നു പറയാത്ത കൂട്ടത്തില. അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സിൽ പറയാൻ കുറച്ച് പാടാണ്. ഇവിടെ ഇരിക്കുവായിരുന്നോ? ഓഫീസ് ടൈമിൽ ഇവിടെ പോയതാണ് മേഡം. ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു, അപ്പൊ അത് വാങ്ങിക്കാൻ താഴെ പോയതാ. ഇതെന്താ പുതിയ ശീലമൊക്കെ? പിസ്കിയെ നീ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയോ? നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറയാനുള്ള ആ ഹോസ്റ്റലിലെ പുളിച്ച ഭക്ഷണം ഇത്രയും ആസ്വദിച്ച് കഴിക്കുന്നത് ഇവള് മാത്രമായിരുന്നു. അതും ഇത് ഞാൻ ഓർഡർ ചെയ്ത ഫുഡാണെന്ന് ആരാ പറഞ്ഞേ? അല്ലാതെ നിനക്ക് ഇവിടെ ആരാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത്? ഇതെനിക്ക് ജോൺ ഓർഡർ ചെയ്തതാണ്. ജോണോ? അതെ ജോൺ. എന്തേ? അല്ല അവനെന്താ നിനക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നേ? അങ്ങനെ വെറുതെ കാശ് ചെലവാക്കുന്നവനല്ലവൻ. അങ്ങനെ എല്ലാവരുടെയും കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷെ ജോണിന് എന്നെ വലിയ കാര്യമാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിക്കോ. എങ്ങനെയെന്ന്? ഇപ്പൊ ജോൺ എന്റെ അടുത്ത് എന്തെങ്കിലും കാര്യം ചോദിച്ചാല് എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ വിശദമായിട്ട് അതങ്ങ് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഒന്നും മനസ്സിൽ വെക്കാതെ തുറന്നു പറയുന്ന എന്റെ പ്രകൃതം ജോണിന് വല്ലാതെ ഇഷ്ടപ്പെട്ട് കാണും. അതിന് മാത്രം എന്താണ് അവനോട് പറഞ്ഞു കൊടുത്തത്? അല്ല, ഫുഡ് ഓർഡർ ചെയ്തരാൻ മാത്രം എന്ത് രഹസ്യമാണ് നീ ചോർത്തി കൊടുത്തെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. അനാവശ്യം പറയാതെ ഞാൻ ആരുടെ ഒരു രഹസ്യം ചോർത്തി കൊടുത്തിട്ടില്ല. പിന്നെ ഓരോരുത്തരുടെയും പേഴ്സണൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ജോൺ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അതെനിക്കറിയാവുന്ന തരത്തില് വിശദമായി തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. എന്ത് കാര്യമാണ് പറഞ്ഞു കൊടുത്തതാണ് ഞങ്ങൾ ചോദിച്ചത്. ചേടാ ഇത് ഭയങ്കര കഷ്ടമാണല്ലോ. വേറെ ഒന്നുമില്ല, കൃഷ്ണ സാർ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് വർമ്മ ഫാർമസി ആയിട്ട് നിങ്ങളൊരു ഡീല് സംസാരിച്ചു ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ട്. അതിനെന്താണ്? അതായത് അന്ന് നിങ്ങൾ കമ്പനിക്ക് കൊടുത്ത കൊട്ടേഷൻ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അത് മറിച്ച് വേറൊരു കമ്പനി ഏൽപ്പിച്ച കാര്യം, അത് ഞാൻ ജോണിനോട് പറഞ്ഞു. എന്ത് പണിയമായ നീ കാണിച്ചത്? ഞങ്ങൾ രണ്ടുപേരും കൂടി കൊലക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നീ അവന്റെ മുന്നിൽ പോയി വിളമ്പിയതൊക്കെ. അല്ല, അതിന് നിങ്ങൾ ഇതിന് മാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് വർമ്മ ഫാർമസി എന്ന ആ ചെറിയ പ്രോജക്റ്റ് നിങ്ങൾ വേറൊരു കമ്പനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു വലിയ പ്രോജക്റ്റ് നമുക്ക് കിട്ടിയെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോണിനോട്. എന്റെ പൊന്നുമായ, നിനക്ക് ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ചോദിക്കും. എന്താ അങ്ങനെ ചോദിച്ചത്? മായ, അന്ന് അതിലും വലിയൊരു ഓർഡർ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ബുദ്ധിപരമായ ഒരു കളി കളിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഈ കമ്പനിയിൽ ശമ്പളം മേടിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു കമ്പനിക്ക് ഓർഡർ മറിച്ചു കൊടുത്തു പറഞ്ഞാൽ ഞങ്ങളുടെ പണി പോകൂലേ? ഓ അല്ല, ഞങ്ങൾക്ക് പ്രമോഷൻ കിട്ടും. അയ്യോ, ഞാൻ അറിയാതെ. കഴിഞ്ഞത് കഴിഞ്ഞു. മായ പോയി ഫുഡ് കഴിക്കും. പിന്നെ മായ ഞങ്ങളോട് പറഞ്ഞ കാര്യം ജോൺ അറിയണം. എടാ അവനിപ്പോ നമുക്ക് എന്ത് പണിയാ വെച്ചിട്ടുള്ളതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി അവന്റെ ചീട പറയിലുള്ള രഹസ്യം എന്താണെന്ന്. ഉടനെ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ പറ്റും. എന്തെങ്കിലും ഒരു വഴി കാണാം. നീ വാ. ഞങ്ങൾ എംപ്ലോയീസിനെ കുറിച്ച് സാറിന് അറിയാത്തോണ്ടാണ്. ഓ പിന്നെ നോർത്ത് ഇന്ത്യ മാർക്കറ്റിലൊക്കെ നല്ല മികച്ച പെർഫോമൻസ് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ആണ് സാർ. എക്സ്പീരിയൻസ്ഡ് ഉണ്ട്. അതെ അതെ, ഞങ്ങൾ ജോലി ഏറ്റെടുത്താൽ അത് കൃത്യസമയത്ത് തീർത്തിരിക്കും സാർ. ഉറപ്പായിട്ട് അത് ഞാൻ സാറിന് ഉറപ്പ് തരാം. യെസ് സാർ, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ സാർ, ഓക്കെ ശരി സാർ, താങ്ക് യു. നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലയന്റ് ആണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് പതപ്പിച്ചു. പതപ്പിക്കലാണല്ലോ നമ്മുടെ ഒരു പണി. ജോൺ എന്താ വന്ന വെറുതെ വന്നുള്ളൂ? അല്ല, എനിക്ക് സാറിനോട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പറഞ്ഞോളൂ, എന്താണ്? ക്ഷമിക്കണം കേട്ടോ. അതെ അതെ അതെ. അല്ല, നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട മിടുക്കന്മാരായിട്ടുള്ള എംപ്ലോയീസ് ആണല്ലോ. നിങ്ങളുടെ ഞാൻ എന്ത് പറയാനാണ് മക്കളെ? എന്താണ് കാര്യം പറയും? സാറൊന്ന് വരും, ഒരു കാര്യം പറയാനായിരുന്നു. അതിവിടെ വെച്ച് പറയാമല്ലോ, ജോൺ മാത്രമല്ലേ ഉള്ളൂ. സാർ ഇതൊരു സർപ്രൈസാണ്. സർപ്രൈസോ?
I love surprises. I know it. സാറേ ഞാൻ പറയണ കേട്ട് പോകുന്നതല്ലേ നല്ലത്. അല്ല ജോൺ, അവർക്ക് എന്തോ അത്യാവശ്യമായിട്ട് പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ട് വരാം. അല്ല ഇത് കേട്ടിട്ട് പോകുന്നതല്ലേ നല്ലത്. ജോൺ വിഷമിക്കണ്ട, ഞാൻ പെട്ടെന്ന് ഈ വരാണ്. ശരി സർ. എന്താണ് സർപ്രൈസ് പറയും? സാറേ സാർ എന്താണ് ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കാത്തതിന്റെ വിഷമത്തിലാണോ? ഭീകര പ്ലാനിങ് ഒക്കെ ആയിരുന്നല്ലോ. നീയൊക്കെ കൂടി എന്താണോ പറഞ്ഞു കൊടുത്തത്? കൂടുതൽ ചിരിക്കാതെ കാര്യം പറയണം. നീ ഒരു വർമ്മ ഫാർമസിയുടെ കാര്യം പറയാൻ വേണ്ടിട്ടല്ലേ കൃഷ്ണ സാറിന്റെ അടുത്ത് ഓടിയത്? ഇതൊക്കെ നിങ്ങളെങ്ങനെ അറിഞ്ഞു? അറിഞ്ഞതിന്റെ റൂട്ട് മാപ്പ് ഒന്നും ഇപ്പം പറഞ്ഞുതരാൻ മനസ്സില്ല. അതിന് വേണ്ടിയിട്ടാണ് കൃഷ്ണ സാറിന്റെ റൂമിൽ തപസിരുന്നത് ഞങ്ങൾക്ക് അറിയാം. ആണെങ്കിൽ ഒന്നുമില്ല, നീ അത്രയും നേരം ഇരുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് മാത്രം. അതെ, മനസ്സിലായില്ല. എടാ, കൃഷ്ണ സാർ ഇപ്പോൾ പോയത് വർമ്മ ഫാർമസിയുടെ MD കാണാനാണ്. എന്തിന്? കേരളത്തിൽ നിന്ന് നമ്മുടെ കമ്പനിക്ക് ഇന്നേ വരെ ലഭിച്ച വർക്കുകളെക്കാട്ടും വലിയൊരു വർക്കിന്റെ അഡ്വാൻസ് വാങ്ങാനാണ് കൃഷ്ണ സാർ ഇപ്പോൾ പോയത്. നിനക്ക് വ്യക്തമായില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതായത് വർമ്മ ഫാർമസി നമുക്ക് പുതിയൊരു വർക്ക് കൂടെ തന്നിരിക്കുന്നു. അത് സെറ്റാക്കിയത് ഈ ഞാനും രാകേഷും കൂടിയാണ്. പിന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത 6 മാസത്തേക്കുള്ള ടാർഗറ്റ് ആണ് ഈ ഒരൊറ്റ ബിസിനസ് വഴി നമുക്ക് ലഭിക്കാൻ പോകുന്നത്. എടാ, നീയൊക്കെ കൂടി എന്റെ മുന്നിൽ കയറി കളിക്കാൻ തുടങ്ങിയല്ലേ? നീയൊക്കെ പിന്നീ കയറി കളിക്കാൻ പദ്ധതി തരുമ്പോ നമ്മളൊക്കെ മുന്നിൽ കയറി കളിക്കാൻ പദ്ധതി ഇടണ്ടേ? ഇനി നീ പണ്ടങ്കാലം ഞങ്ങൾ നടത്തിയ ബിസിനസിന്റെ കണക്കാണ് നീ കൃഷ്ണ സാറിന്റെ അടുത്ത് പറയാൻ പോയതെന്ന് വെച്ചാൽ കൃഷ്ണ സാർ നിന്നെ മൈൻഡ് ആക്കാൻ പോകുന്നില്ല. കാരണം അതിനേക്കാൾ എത്രയോ വലിയ വർക്കാണ് സാറിന് ഇപ്പൊ പിടിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് സാർ ആവേശം കൊണ്ട് നിലം പോലും തൊടാതെ കൂടിയത്. പിന്നൊരു കാര്യം കൂടെ, ഇപ്പോഴത്തെ ആവേശമൊക്കെ കെട്ടടങ്ങുമ്പോ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പോക്കാൻ വേണ്ടി സാറിന്റെ അടുത്ത് നീ ചെന്ന് കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോണില്ല. കാരണം പഴയ ബിസിനസ് നടന്നതിന്റെ യാതൊരു തെളിവും കമ്പനിയുടെ ഒരു ഡാറ്റാബേസിൽ പോലും ഇല്ല. ഞങ്ങൾക്ക് ഇവിടെ മാത്രമല്ല പിടി, ഞങ്ങൾക്ക് മുംബൈയിലെ ഹെഡ് ഓഫീസിൽ ഹോൾഡ് ഉണ്ട്. അത് നീ അങ്ങ് മറന്നു, അതാ പ്രശ്നം പറ്റി. എടാ, ഇപ്പൊ നീയൊക്കെ ജയിച്ചു, പക്ഷെ ഇനി അവസരങ്ങൾ വരും. അന്ന് നിന്നെയൊക്കെ ഞാൻ എടുത്തോളാം. We are waiting. നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു ജോണെ. നാളെ അവിടെ തന്നെ വാങ്ങിച്ചേർന്നേ. ഇനി മട്ടൻ ബിരിയാണി അവനും കൊടുക്കാത്ത ദേഷ്യത്തിലാണ് ഈ ചാടിത്തുള്ളി പോകുന്നത്. ഈ കൊണക്കായിട്ട് എന്റെ ബിരിയാണി ആർക്കും ഞാൻ കൊടുക്കൂല. വല്ല പറ്റും.